ഈ പ്രദർശന വസ്തുവാക്കുവാണോ എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. തുടർന്ന് നേരെ വണ്ടിയിൽ കയറി ഇവിടെ നിന്ന് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും രാവിലെ 5:45 രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നു. ഈ വഴിയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെളിവെടുപ്പിനായി ഈ ഒരു ക്ലബ് 7 ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് ഇവിടെ വാഹനം നിർത്തിയ ശേഷം വലിയ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അകത്തേക്ക് കൊണ്ടുപോയി ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷാ കവചം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. തുടർന്ന് ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. തുടർന്ന് ഈ ഒരു ഭാഗത്ത് മാധ്യമപ്രവർത്തകർ ഇവിടെ തടയുകയായിരുന്നു. അവിടുത്തെ പോലീസ് പൂർണ്ണമായും തടയുന്നു. സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് പോലീസ് എത്തിയത്. അതായത് ജാക്കറ്റും അതുപോലെയുള്ള മറ്റ് വടികളും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തകരെ തടയുകയായിരുന്നു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കൊണ്ട് SIT സംഘം ഈ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. ഈ ലിഫ്റ്റിലേക്ക് കയറിയ ശേഷം രണ്ടാമത്തെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോയത്. അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ SIT സംഘം എത്തിച്ചത്. ഇവിടെ നിന്നാണ് തെളിവെടുപ്പ് നടത്തിയത്. ഈ ഒരു ഭാഗത്തുള്ള റൂമിൽ നിന്നാണ് ആ ഒരു സംഭവം ഉണ്ടായതെന്നാണ് മൊഴിപ്രകാരം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്നാണ് തെളിവെടുപ്പ് നടത്തിയത്. 20 മിനിറ്റോളം ഏകദേശം 5:45 പുറപ്പെട്ട വാഹനം 6:30 ഈ തിരുവല്ലയിലെ ഈ ക്ലബ് 7 ഹോട്ടലിന് മുന്നിലേക്ക് എത്തിയത്. അവിടെ നിന്ന് ഏകദേശം ഇറക്കി ഒരു 1-2 മിനിറ്റോടുകൂടി അത്രയും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ തള്ളിക്കയറ്റമുണ്ട്. അത്തരത്തിലുള്ള തള്ളിക്കയറ്റമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് അകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അങ്ങനെ ലിഫ്റ്റിൽ കയറ്റി നേരെ തെളിവെടുപ്പ് പൂർത്തിയാക്കി 20 മിനിറ്റ് ശേഷം ഏകദേശം 6:50 തിരിച്ചിറക്കുന്നു. ആദ്യം കുറച്ച് പോലീസുകാരാണ് പുറത്തേക്ക് വന്നത്. സ്ഥിതിഗതികളൊക്കെ നിരീക്ഷിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ 6:50 തിരിച്ചിറക്കിയ ശേഷം അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ പ്രദർശന വസ്തുവാക്കുവാണോ എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. തുടർന്ന് നേരെ വണ്ടിയിൽ കയറി ഇവിടെ നിന്ന് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഉണ്ടായത്. ക്യാമറ പേഴ്സൺ ലേഷ് കാഞ്ഞിക്കാവിനൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, പത്തനംതിട്ട.